ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയ ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഈ ഒരു റെസിപ്പിയിൽ മസാലയും കാര്യങ്ങളൊന്നും നമുക്ക് വാങ്ങിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് അതിനിട്ട് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് റെഡിയാക്കാൻ പറ്റിയ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ വലിയൊരു ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ വലിയൊരു പീസ് ക്യാരറ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടാ. അപ്പോൾ അത്ര ഐറ്റംസ് കട്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങും ചിക്കനും കൂടെ ഞാനിപ്പോൾ ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുക്കറിൽ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തതാണ്. ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് പച്ചയാണ്, അത് വേവിച്ചിട്ടൊന്നുമില്ല. ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ആ ഒരു സ്റ്റിക്ക് റെഡിയാക്കി എടുക്കാനാണ്. ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് പീൽ ചെയ്തിട്ട് തോലൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇത്ര ഐറ്റംസാണ് കേട്ടോ അതിലേക്ക് വേണ്ടത്. അപ്പോൾ ഇതൊന്നും വേവിക്കേണ്ടിയൊന്നും ആവശ്യമില്ല. അപ്പോൾ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിൽ നിന്ന് ഒരു ബൗളിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം. അത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കനിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് അതിൻ്റെ എല്ലൊക്കെ കളഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ വെജീസൊക്കെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഏറ്റവും തിന്നാക്കിയിട്ട് എത്രത്തോളം നിങ്ങൾക്ക് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ അതായിരിക്കട്ടെ ഏറ്റവും നല്ലത്. അപ്പോൾ ചോപ്പറൊക്കെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ചോപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് മസാലയിലേക്ക് മാത്രമുള്ള ഉപ്പിട്ടെടുത്താൽ മതിട്ട്. ആ ചിക്കനും ഉരുളക്കിഴങ്ങും നമ്മൾ ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തത്. അപ്പോൾ നോക്കിയിട്ട് ഉപ്പിട്ടെടുക്കാം. ഇനി നമുക്ക് ഇത് മൊത്തമായിട്ടും കൈവച്ചിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ആ ഒരു ഉരുളക്കിഴങ്ങും മസാലയും ഉള്ളിയും ക്യാരറ്റും എല്ലാം ഒരുപോലെ മിക്സ് ആവുന്ന രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കൈ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുന്ന ആ ഒരു പാകത്തിനായിരിക്കും കിട്ടുക. കണ്ടല്ലോ, ഈ ഒരു രൂപത്തിലായിരിക്കും. ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് മാവ് റെഡിയായി കിട്ടും. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കയ്യിൽ ഒട്ടി പിടിക്കാതെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാനാണ്. എന്നിട്ട് ആ മാവിൽ നിന്നും കുറച്ച് വലിയൊരു ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഷേപ്പാക്കി കൊടുക്കുക. ഉണ്ടല്ലോ, ഒരു ഓവൽ ഷേപ്പിൽ ആക്കിയെടുക്കുക. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ, ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പീസ്, അത് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് കുത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതിയിലേറെ ഭാഗം അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകണം കേട്ടോ. അപ്പോഴാണ് കറക്റ്റായിട്ട് അത് ഫിക്സ് ആയിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് വിരൽ വെച്ചിട്ട് കണ്ടല്ലോ ഈ ഒരു ഭാഗം നല്ലതുപോലെ തന്നെ ഒന്ന് പ്രസ് ആക്കിയിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കുന്ന പോലെ കണ്ടല്ലോ ഈ ഒരു ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. കണ്ടല്ലോ ഈ ഒരു രൂപത്തിൽ ഷേപ്പാക്കി എടുക്കുക. സിമ്പിളാണ് കേട്ടോ, കാണുന്ന പോലെ ഒന്നുമില്ല. ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഒരു പ്രയാസവും ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. കണ്ടോ ഈ ഒരു രൂപത്തിൽ നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ആക്കിയെടുക്കാം. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് വലിപ്പം വേണോ അതിനനുസരിച്ച് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു റെസിപ്പിക്ക് അത്യാവശ്യം വലിപ്പം ഉണ്ടാകുമ്പോഴാണ് കാണാനായാലും ഒരു ഭംഗി ഉണ്ടാവുക. അതുപോലെ തന്നെ കഴിക്കുന്ന സമയത്തായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഒരു മാവ് കഴിയുന്നത് വരെ ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനൊക്കെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കണ്ടല്ലോ ഈ ഒരു രൂപത്തിൽ മൊത്തമായിട്ട് തന്നെ ആക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ മുഴുവനും മാവ് വെച്ചിട്ട് ഇതുവരെ രീതിയിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഏകദേശം 9 പീസാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ റെഡിയാക്കി എടുക്കുമ്പോൾ ഉണ്ടാക്കുന്നതിൻ്റെ വലിപ്പത്തിനനുസരിച്ചൊക്കെ എണ്ണത്തിലൊക്കെ വ്യത്യാസം വരാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കാനുണ്ട്. ഡീപ് ഫ്രൈ ചെയ്തിട്ട് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഒന്ന് കോട്ട് ചെയ്തിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ആക്കാൻ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് സാധാ കട്ട്ലേറ്റൊക്കെ റെഡിയാക്കില്ല ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ
അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കോഴിമുട്ട പാത്രത്തിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചിട്ട് ബ്രെഡ് ക്രംസും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ റസ്ക് പൊടി കയ്യിലുണ്ടെങ്കിൽ ഇതെടുത്താലും മതി. ഇനിയിപ്പോൾ മുട്ടയിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു സ്റ്റെപ്പും കൂടെ അതിലേക്ക് വരുമ്പോൾ കേട്ടോ അതൊക്കെ ഈ ഒരു സ്നാക്കിന് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കോട്ടിങ് കറക്റ്റായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ കോൺഫ്ലവറിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം ഈ ഒരു സ്റ്റെപ്പ് ചെയ്തെടുക്കാൻ. പിന്നെ ഇപ്പോൾ കോൺഫ്ലവർ കയ്യിലില്ല എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കോൺഫ്ലവറിലും കൂടെ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്നാക്ക് ഫ്രൈ ആക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല ക്രിസ്പി, പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ കോൺഫ്ലവർ ഇല്ല എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ആ ഒരു കോൺഫ്ലവറിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം മുട്ടയുടെ മിക്സിൽ നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് നേരെ ബ്രെഡ് ക്രംസിലും കൂടെ നല്ലതുപോലെ തന്നെ ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് തന്നെ എത്തുന്ന രൂപത്തിൽ നമ്മൾ കൈവച്ചിട്ട് ആക്കി കൊടുക്കണേ. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമുക്ക് ബാക്കിയുള്ള സ്നാക്സ് മുഴുവനായിട്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു കൈ വെച്ചിട്ട് ആ ഒരു എന്താ പറയുക മുട്ടയുടെ മിക്സിലും മറ്റേ കൈ വെച്ചിട്ട് ബ്രെഡ് ക്രംസിലും ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ബ്രെഡ് ക്രംസ് അധികം നനഞ്ഞ് കുതിർന്ന് പോവാതെ വൃത്തിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ക്യാമറ കയ്യിലുള്ളതുകൊണ്ടാണ് ഒരു കൈ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമുക്ക് മുഴുവനായിട്ട് തന്നെ ആക്കിയെടുക്കാം. അപ്പോൾ ഇതാ മൊത്തമായിട്ട് തന്നെ ഞാനിപ്പോൾ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്നാക്സ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ സ്നാക്ക് ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കരുത്, കാരണം നമ്മൾ വഴറ്റിയെടുക്കാത്ത മസാലയല്ലേ. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളറ് ചേഞ്ച് ആയിട്ട് മാറും. അതുകൊണ്ട് തീ നല്ലതുപോലെ തന്നെ കുറച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെക്കേണ്ട, എന്നാലും ലോയുടെയും മീഡിയത്തിൻ്റെയും ഇടയിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് നമുക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വരട്ടെ എന്നിട്ട് തിരിച്ചു കൊടുക്കാമെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഞാൻ കറക്റ്റായിട്ടുള്ള ആ ഒരു ഷേപ്പിൽ നമുക്കിത് ഫ്രൈ ആയി കിട്ടുള്ളൂ. പണ്ടല്ലോ ഈ ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി. അപ്പോൾ ഇതാ മുഴുവനായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് വേണം കേട്ടോ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ ചെയ്തെടുക്കാൻ. പെട്ടെന്ന് തന്നെ പണിയൊക്കെ കഴിയും. ഒന്ന് കട്ട് ചെയ്തെടുക്കുക, മിക്സ് ആക്കി എടുക്കുക, ഫ്രൈ ആക്കി എടുക്കുക. സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. എന്നാൽ കഴിക്കുന്ന സമയത്തായാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു കോൺഫ്ലവറിൽ മിക്സിലൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുത്തതുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് ഫ്രൈ ആക്കിയതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ പുറഭാഗം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാകും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മസാലയാണ്. അപ്പം അടിപൊളിയായിട്ടുള്ള ഈ ഒരു സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.